നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി. മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാണ് ഭീഷണി. വിദേശത്തു നിന്നടക്കം ഫോൺ കോളുകൾ വന്നു. ഭീഷണിയിൽ പരാതി നൽകുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ ദിലീപാണെന്നും ദിലീപ് കൊട്ടേഷൻ കൊടുക്കാൻ മിടുക്കനാണെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. ഫോൺ കോളിലൂടെയാണ് വന്നത്. എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുമോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ പറയും, ഇനിയും പറയും. അപ്പം നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു, കോളങ്ങ് കട്ട് ചെയ്തു. ഒരു പെയ്ഡ് തന്നെയാണ്. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. സ്വാന്തന സാജു നൽകും വിവരങ്ങൾ. സ്വാന്തന, ഈ അതിജീവിതയ്ക്കൊപ്പം എല്ലാ ഘട്ടത്തിലും കൃത്യമായി ശക്തമായി കൂടെ നിൽക്കുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി. ഈ വിധി വന്ന ശേഷം നമുക്കറിയാം, ഈ 8ാം പ്രതിയെ വെറുതെ വിട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് കൂടെ നിൽക്കുന്നവർക്ക്. അതിൽ എന്തും വിളിച്ചു പറയാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ചെറുതല്ലാത്ത ഏറ്റവും അതിക്രൂരമായ രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് വന്നിരിക്കുന്നത്. മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നുള്ളൊരു ഭീഷണി അടക്കം വരുന്നു. ഒരുപാട് ഫോൺ കോളുകൾ ഇത്തരത്തിൽ ഭീഷണി സന്ദേശമായി വരുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ നേരിടാനാണ് ഭാഗ്യലക്ഷ്മി തീരുമാനിച്ചിരിക്കുന്നത്? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി അത് വന്നതിന് പിന്നാലെ തന്നെ ഈ അതിജീവിതയായ നടിക്കൊപ്പം അടിയുറച്ചു നിന്ന സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി. ആദ്യഘട്ടം മുതൽക്ക് തന്നെ നമുക്കറിയാം ഈ നടിക്കെതിരെയും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിക്കെതിരെയും അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾക്കെതിരെയും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കും സൈബർ അതിക്രമവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പല ഘട്ടത്തിൽ പല തരത്തിൽ പല ആളുകൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിക്ക് നേരിട്ട് അവരുടെ പേഴ്സണൽ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയും അതിലൂടെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം അവരോട് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആദ്യം ഈ ഫോൺ എടുത്ത ഉടൻ തന്നെ വലിയ രീതിയിലുള്ള കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറിയാണ് പറഞ്ഞത് എന്നാണ് ഭാഗ്യലക്ഷ്മി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇത്തരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ച ശേഷം ചോദിച്ചത്, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയും അല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചപ്പോൾ തന്നെ ഭാഗ്യലക്ഷ്മി മറുപടി പറഞ്ഞു എന്നവർ പറയുന്നുണ്ട്. ഇനിയും പറയുമെന്നാണ് അവർ മറുപടിയായി പറഞ്ഞത്. അതിന് പിന്നാലെ തന്നെയാണ് പറഞ്ഞത്, ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അവരോട് സംസാരിക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ താൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു 19 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു അത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 12:07 കൂടിയാണ് അവരുടെ ഫോൺ കോളിലേക്ക് ഇത്തരത്തിലൊരു പേഴ്സണൽ മൊബൈലിലേക്ക് ഇത്തരത്തിലൊരു കോൾ വരികയും ചെയ്തത്. ഫോൺ കട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ട്രൂ കോളറിൽ അങ്ങനെയാണ് കാണിച്ചത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. പല കോളുകൾ വന്നു, പക്ഷേ ഇത്തരത്തിലുള്ള കോളുകളായിരിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അത് എടുത്തില്ല എന്ന് കൂടി ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ദിലീപാണ് എന്നുള്ള വലിയൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി ഉയർത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കൊട്ടേഷൻ ആദ്യഘട്ടത്തിൽ നടിക്കെതിരെയാണ് കൊട്ടേഷൻ നൽകിയത്. അപ്പോൾ ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകാൻ മിടുക്കനായ ഒരു വ്യക്തിയാണ് നടൻ ദിലീപ് എന്ന് കൂടി ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്. അത്തരത്തിൽ വലിയൊരു വിമർശനം കൂടി അവർ ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല ശ്രുതി, ഇത്തരത്തിലുള്ള ഭീഷണി കോളുകൾ അല്ലെങ്കിൽ ഭീഷണി സന്ദേശങ്ങൾ കൊട്ടേഷനായി കൊടുക്കുമ്പോൾ അത് മറ്റുള്ള ആളുകൾ, അതായത് അവൾക്കൊപ്പം നിൽക്കുന്ന മറ്റുള്ള ആളുകളെ കൂടി ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ശ്രുതി ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയത്. നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നത്. സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.